ഈ അഹമ്മദാബാദിൽ ഇന്നലെ രാത്രിയൊക്കെ നമ്മളെ കാണുന്ന സമയത്ത് തന്നെ ഈ ആരാധകരുടെ കൂട്ടമൊക്കെ കണ്ടിരുന്നു. പലരും അങ്ങോട്ടേക്ക് വരുന്നതും ഈ ഒരു മലയാളി കൂട്ടത്തെ തന്നെ രുചേശ്വരി രവീന്ദ്രൻ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അവിടെ കളി കാണാനൊക്കെ എത്തിയ ആൾക്കാരെ. അപ്പം ഇന്നിപ്പോൾ മത്സരം 7 മണി തൊട്ടാണ്. അപ്പം ഇന്നിപ്പോൾ എന്താണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം? രുചേശ്വരി രവീന്ദ്രൻ നമ്മുടെ ടീം ഇന്ത്യ കപ്പ് തൂക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സഞ്ജു കഴിഞ്ഞ 2 മത്സരത്തിലെ പോലെ തന്നെ ഇത്തവണയും ഒരു മിന്നും പ്രകടനം കാഴ്ചവെക്കുമോ? പ്ലെയർ ഓഫ് ദ മാച്ച് ആകുമോ എന്നൊക്കെയാണ് ആകാംക്ഷ. തീർച്ചയായും സേതു, അത് തന്നെയാണ്. കാരണം മലയാളി ആരാധകരെ സംബന്ധിച്ച് അവർക്ക് ഓരോ നിമിഷവും അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ തവണ സഞ്ജു ലോകകപ്പ് ടീമിലുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് സഞ്ജുവിന് ഒരു അവസരം കിട്ടിയില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ബെഞ്ചിൽ ഇരിക്കുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ടൂർണമെന്റിൽ കണ്ടത്. പക്ഷേ ഇത്തവണ വരുമ്പോൾ അങ്ങനെയല്ല. സഞ്ജുവാണ് ടീമിന്റെ നെടുന്തൂൺ എന്ന് പറയുന്ന തരത്തിലേക്ക്. അദ്ദേഹം വെറും 4 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത്. ഇപ്പോഴും ഈ ടൂർണമെന്റിന്റെ താരമാകാനുള്ള പട്ടികയിൽ ഇന്ത്യയിൽ നിന്നെത്തിയ ഒരേ ഒരു താരമായി സഞ്ജു മാറുകയാണ്. ആ തരത്തിൽ നമ്മൾ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന സമയമാണ്. നമുക്കിപ്പോൾ രാവിലെ തന്നെ വലിയ മലയാളി കൂട്ടം ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അവർ കേരളത്തിൽ നിന്ന് എത്തിയപ്പോൾ തന്നെ ഈ സ്റ്റേഡിയം രാവിലെ കാണാൻ വേണ്ടി വന്ന ആളുകളുണ്ട്. ഇപ്പോഴും നമ്മോടൊപ്പം ചില മലയാളി ആരാധകർ ചേരുകയാണ്. കാരണം ഇവിടെയൊക്കെ ഒരുപാട് മലയാളികൾ എത്തിയിട്ടുണ്ട്. ചേട്ടാ, എവിടെ നിന്നാണ്? നാട്ടിലെ മൂവാറ്റുപുഴ, എറണാകുളം ജില്ല. കളി കാണാൻ വേണ്ടി തന്നെ? അല്ല, ഞങ്ങൾ ഇവിടെയുള്ള ജോലി ചെയ്യുന്ന ഇവിടെയാണ്. എന്തായാലും ഇന്ന് മത്സരം കാണാൻ വേണ്ടി ടിക്കറ്റ് ഉറപ്പായിട്ടും എടുത്തിട്ടുണ്ട്. സഞ്ജു ഒരു ഫോമിലേക്കൊക്കെ എത്തിയ ഒരു ടൂർണമെന്റ് കൂടിയാണ്. കാരണം കഴിഞ്ഞ തവണ നമ്മൾ കളിച്ചില്ല എന്നുള്ളതുണ്ടായിരുന്നു കഴിഞ്ഞ ടൂർണമെന്റിൽ. ഇത്തവണ 4 മത്സരമേ കളിച്ചുള്ളൂ. പക്ഷെ 4 മത്സരവും നല്ല മികച്ച ഫോമിൽ കളിച്ചു. ആ പ്രതീക്ഷയുണ്ട്. ഉറപ്പായിട്ടും സഞ്ജുവിന് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. സഞ്ജു നല്ലൊരു പ്ലെയറാണ്. സഞ്ജുവിന് ഇത്രയും കാലം കുറച്ച് ഭാഗ്യം കൂടെ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ടീമിൽ വന്നും പോയൊക്കെയാണ് നിന്നിരുന്നത്. പക്ഷേ ഇപ്പൊ ഈ തവണ എന്തായാലും സഞ്ജുവിന്റെ പെർഫോമൻസോടാണ് ഇപ്പൊ നമ്മള് ഫൈനലിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും സഞ്ജു ഫൈനലിൽ പെർഫോം ചെയ്യാൻ യാതൊരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ മലയാളികൾ ആകെ ഇത്രയും ആവേശത്തോടെ വരുന്നത് എന്ന് പറയുന്നത് സഞ്ജുവിൽ നിന്ന് ഒരു വലിയ പ്രകടനം തന്നെ പ്രതീക്ഷിക്കണം. കാരണം തുടർച്ചയായി 2 അർദ്ധ സെഞ്ചുറി വന്നു, മികച്ച ഫോമിലേക്ക് ബാറ്റ് ചെയ്യുന്നു. അതോടൊപ്പം ടീമിന്റെ ആകെ, കാരണം തുടക്കത്തിൽ ഇന്ത്യ അത്ര പ്രതീക്ഷ തന്നില്ല. കാരണം ചെറിയ ടീമുകളോട് അത്ര നന്നായല്ല കളിച്ചത്. പക്ഷെ ഫൈനലിലേക്ക് എത്തുമ്പോഴത്തേക്ക് ടീം ആകെ ഒന്ന് സെറ്റായതായി തോന്നി. ചെറിയ ചില ആശങ്കകളുണ്ട് ഓപ്പണിംഗിലും, അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി സ്പിന്നറിന്റെ ബോളിംഗിലൊക്കെ. പക്ഷെ എങ്കിൽ പോലും ഫൈനലിൽ ഇവരെ ഈ പോരായ്മകളൊക്കെ ഇന്ത്യ മറികടക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. പിന്നെ സഞ്ജുവിന്റെ ആ ഒരു ഫോം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. പിന്നെ നമ്മുടെ ബുംറ, യോർക്കർ കിങ്. അപ്പൊ ആ ബുംറയിൽ നമുക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട്. ബുംറയെ പെർഫോം ചെയ്ത് സഞ്ജു പെർഫോം ചെയ്താൽ 100% ഇന്ത്യ വിജയിച്ചിരിക്കും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. നമുക്കിപ്പോ ഇന്നലെ തന്നെ ഇവിടെ കാണുമ്പോൾ ഒരുപാട് മലയാളികളൊക്കെ ഇന്നലെ മുതലേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കുന്നു. മലയാളി കൂട്ടം തന്നെ ആയിരിക്കുമോ ഗാലറിയിലുണ്ട്? ഒരുപാട് ടിക്കറ്റ് കിട്ടാത്തവരുണ്ട്. ടിക്കറ്റിന് വേണ്ടി ഇപ്പോഴും ആൾക്കാർ നടക്കുക. അത്രമാത്രം ആളുകൾ. അപ്പൊ നമ്മൾ ഈ 1,32,000 ആളുകളുടെ ഗാലറി അത് നിറഞ്ഞു കാണും എന്ന് തന്നെയാണ്. നിറഞ്ഞല്ല, അതിൽ കൂടുതൽ ആൾക്കാർ ഇപ്പൊ പുറത്ത് കാണും. നോക്കണം, ഒരു 1 മണി കഴിഞ്ഞ് നോക്കി ഇവിടെ ഫുള്ള് നിറഞ്ഞിരിക്കും. ടിക്കറ്റ് കിട്ടാതെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വെളിയിൽ നിൽക്കുന്നതാണ്. അതെ, അത്രമാത്രം ആവേശത്തോടെയാണ് അവരും കാത്തിരിക്കുന്നത് മത്സരം കാണാൻ വേണ്ടി. നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒരു മികച്ച മത്സരം തന്നെ ആഗ്രഹിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം ന്യൂസിലാൻഡും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഒരു ടൂർണമെന്റാണ്. ചരിത്രം പിറക്കുമോ എന്നൊരു കാത്തിരിപ്പ് കൂടിയാണല്ലോ. അതെ സേതു, കാരണം നമുക്കറിയാം ഈ ഒരു മത്സരം വിജയിച്ചാൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരുപാട് റെക്കോർഡ് പ്രകടനങ്ങൾ അത് ഇന്ത്യ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇതുവരെ ഒരു ടീമും കിരീടം നിലനിർത്തിയിട്ടില്ല. അതോടൊപ്പം 3 കിരീടം നേടിയ ഒരു ടീമില്ല. ആ തരത്തിൽ ഒരുപാട് റെക്കോർഡുകൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ വെല്ലുവിളി ഇന്ത്യക്ക് മുന്നിലുണ്ട്. ന്യൂസിലൻഡ് അത്ര എഴുതിത്തള്ളാവുന്ന സംഘമല്ല. കാരണം ലോകകപ്പിൽ ഇതുവരെ ന്യൂസിലൻഡിനെ ഇന്ത്യക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന കണക്ക് കൂടിയുണ്ട്. കാരണം 3 തവണ ഏറ്റുമുട്ടിയപ്പോൾ 3 തവണയും ഇന്ത്യ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആവേശത്തിനൊട്ടും കുറവില്ല. വെല്ലുവിളി ചെറുതല്ല. കാരണം ആ മത്സരം പക്ഷേ നമ്മുടെ മണ്ണിലാണ് എന്നതിന്റെ ഒരു ആനുകൂല്യം ഉണ്ടെങ്കിൽ കൂടി നരേന്ദ്രമോദി സ്റ്റേഡിയം നമുക്ക് സങ്കടങ്ങൾ തന്ന സ്റ്റേഡിയം കൂടിയാണ് ഇതിനു മുൻപ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്, ആവേശമുണ്ട്. സന്തോഷം നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ രുചേശ്വരി രവീന്ദ്ര. നല്ല കാര്യങ്ങൾ, നല്ലൊരു ചരിത്രം പിറക്കട്ടെ. സഞ്ജു ആ പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്.